ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ യോശുവയുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 5-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹായ സഹകരണങ്ങൾ, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ് ഈ സെക്ഷൻ ആരംഭിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്നുള്ളത് വടക്കൻ ദേശങ്ങളെ അല്ലെങ്കിൽ വടക്കുള്ള ദേശങ്ങളെ അവർ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നതായ ചരിത്രമാണ് അതിലത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം. അനന്തരം ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോവാബ്, ശിമ്രോൻ രാജാവ്, അക്ഷഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നോരോത്തിന് തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർമേടുകളിലുമുള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, യെബൂസ്യർ, മിസ്പ്രദേശ ഹെർമോൻ്റെ അടിവാരത്തിലുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലോട് യുദ്ധം ചെയ്യുവാനായി മേരോം തടാകത്തിനരികെ വന്നു, ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവോട്, അവരെ പേടിക്കണ്ട, ഞാൻ നാളെ ഈ നേരം അവരൊക്കെയും ഇസ്രായേലിന് മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിചെരുമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രഫത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഭരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിഞ്ഞെരുമ്പ് വെട്ടി രഥങ്ങൾ ചുട്ടുകളഞ്ഞു. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത്, ഇവരോട് നിന്ന് യുദ്ധം വരുന്ന ആളുകളെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. അപ്പോൾ വളരെ ശക്തമായ ഒരു സൈന്യം, അല്ലെങ്കിൽ പലരും കൂടിയുള്ളതായ ഒരു സംയുക്ത യുദ്ധ സമിതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ജനത്തെ നേരിടുവാനായി കടന്നു വരുന്നത്. ഇത് വലിയ ജനക്കൂട്ടവും അവരുടെ കുതിരസന്നാഹങ്ങളും സൈന്യസന്നാഹങ്ങളും എല്ലാം കണ്ട് മാനുഷികമായി പേടി തോന്നാവുന്ന സാഹചര്യത്തിൽ യോശുവോട് ദൈവം പറയുകയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. സംഭവിച്ചെന്താണ്? ഇത്ര വലിയ സൈന്യം, ഒരുപാട് സഖ്യകക്ഷികൾ ഒരുമിച്ച് കൂട്ടം കൂടി ഇവരൈക്യമായ യുദ്ധത്തിന് വന്നിട്ട് പോലും ദൈവം ജനത്തിന് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ജയം ദൈവത്തിൻ്റെ ജനത്തിലായിരുന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് പലപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വളരെ വലുതാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇവയെ അതിജീവിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളതായ ശക്തമായ പ്രതികൂലങ്ങൾ നമുക്ക് കടന്നു പോകുമ്പോഴേക്കും വിശ്വസിക്കേണ്ട കാര്യം, നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. ഏത് യുദ്ധത്തിലും ഏത് പ്രതികൂലത്തിൽ നമുക്ക് ജയം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നതുകൊണ്ട് ആ ദൈവം നമ്മെ സഹായിക്കും, വിടുവിക്കും എന്നുള്ളതായ ആ ഒരു ചിന്ത നാം എപ്പോഴും ഭരിപ്പാൻ ഇടവരെയാണ്. 10-ാം വാക്യം: യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിൻ്റെ വായത്തിലയിൽ വെട്ടി നിർമ്മൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവന് ഹാസോരിനെ തീ കൊടുത്തു ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും യോശുവ പിടിച്ചു വാളിൻ്റെ വായത്തിലയിൽ വെട്ടി നിർമ്മൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരൊക്കെയും അവർ വാളിൻ്റെ വായത്തിലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവയുടെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ
മോശ യോശുവോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവർ ചെയ്യാതെ വിട്ടില്ല. അവിടെ പ്രത്യേകമാണോ? ദൈവം ഇവിടെ അരുളി ചെയ്തതുപോലെ മോശയ്ക്ക് കൊടുത്തതായ പ്രമാണങ്ങൾ മോശ യോശുവയെ അറിയിക്കുന്നു, യോശു ജനത്തോടെ അറിയിക്കുന്നു, അവരെല്ലാം അനുസരിക്കുന്നു. അവിടെ പറയുന്ന ഒടുവിൽ പറഞ്ഞ കാര്യം 15-ാമതിൻ്റെ ഒടുവിലത്തെ കാര്യം ഇങ്ങനെയാണ്: യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവർ ചെയ്യാതെ വിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ദൈവം നമ്മോട് അറിയിച്ചത കാര്യങ്ങൾ ഒന്നും വിട്ടുകളയാതെ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. പലപ്പോഴും നാം പല കാര്യങ്ങളിൽ വചനങ്ങളെ ഒഴിവാക്കുന്നവരാണെന്നാൽ വചനം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ ഒട്ടൊഴിയാതെ ഒന്നും വിട്ടുകളയാതെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിന് ജീവിക്കാനായി നമ്മെ സമർപ്പിക്കുവാൻ ഈ പാഠഭാഗങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ മലനാട് തെക്കേദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രായേൽ മലനാടും അതിൻ്റെ താഴ്വീതിയും സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബനോൻ താഴ്വരയിലെ ബാൽഖാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കൊന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബിയോൺ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരം കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ എന്ന മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേൽ മലനാട് എന്നിടങ്ങളിൽ നിന്നൊക്കെ യവനക്കരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ല, ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാകിലും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിനെ ഗോത്രഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ദേശങ്ങളെ അവർ പിടിച്ചെടുക്കുകയാണ്. ആ ദേശ വിഭജനത്തിനായുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത് കാണുന്നത് 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം നമുക്കവിടെ അവർ വിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ യോർദാനക്കര കിഴക്ക് അർദോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഭരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവരാകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോരി രാജാവായ സീഹോൻ, അവൻ അർന്നോൻ ആറ്റോക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗലിയാദിൻ്റെ പാതിയും അമോനിയരുടെ അതിരായ യാബോക്ക് നദി വരെയും കിന്നരത്ത് കടലും അരാബിലെ കടലായ ഉപ്പുകടൽ വരെ ബേത്ത് യശീമ്യത്തോളമുള്ള കിഴക്ക് അരാബയും പിസ്ഗ ചെരുവിൻ്റെ താഴെ തേമാനും വാണിരുന്നു. ബാഷൻ രാജാവായ ഓഗിൻ്റെ ദേശവും അവർ പിടിച്ചടക്കി. മലന്മാരെ ശേഷിച്ച ഇവർ അസ്താരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സർക്കായും ബാഷാൻ മുഴുവനും ഗശൂര്യരുടെയും മക്കാത്യരുടെയും ദേശവും ഗലിയാദിൻ്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോൻ്റെ അതിരുവരെയും ആണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശയുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാന ഇക്കരെ പടിഞ്ഞാറ് ലെബനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവരാകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് 1, ബെഥേലിന് അരിയുള്ള ഹായ് രാജാവ് 1, ഇസ്രായേൽ രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാക്കീഷിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദെബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമോ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അദുലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബെഥേൽ രാജാവ് 1, തപ്പുഹാര രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫ്കെ രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മേരോൻ രാജാവ് 1, അക്ഷാബ് രാജാവ് 1, തനാക് രാജാവ് 1, മിഗിദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മയിലെ
യോക്കിന്നയാം രാജാവ് 1, ദോർമ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിസോ രാജാവ് 1. അങ്ങനെ ആകെ 31 രാജാക്കന്മാരെ തോൽപ്പിച്ചവർ. 31 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവർ ദേശം കൈവശമാക്കാൻ എന്താണ്? ഇത്രയും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം അത് സംഭവിക്കാൻ ഇടയായിത്തീർന്നു. യോശുവ വയസ്സി എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സി എന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഇതെന്നാൽ മിസ്രൈമിന് കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫിലിസ്ത്യ ദേശങ്ങളൊക്കെയും ഗശൂര്യരും ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോനിയൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫിലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവീരും അഫേക്ക് വരെയും അമോര്യരുടെ അതിർവരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും സിദോന്യർക്കുള്ള മെയാരെയും ഗിബീലിയരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബനോനൊക്കെയും ലെബനോൻ മുതൽ മിസ്രൈഫോത്മയും വഴിയുള്ള പർവ്വതനിവാസികളൊക്കെയും എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കാം. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദ്ദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോന്താടവരുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മേദേബ സമഭൂമി മുഴുവനും അമോര്യരുടെ അതിരുവരെ യശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലയാദും ഗശൂര്യരുടെയും മക്കാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാഷാൻ മുഴുവനും അസ്തരോത്തിലും എദ്രേനിലുമാണവനും മലന്മാരിലെ ശേഷനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശ തോൽപ്പിച്ചു നീക്കി കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യശൂരിൻ്റെയും മക്കാതിരുടെയും നീക്കി കളഞ്ഞില്ല. അവർ ഇന്ന് വരെ ഈ ഇസ്രായേലിയുടെ ഇടയിൽ പാർത്തു വരുന്നു. ദൈവഗോത്രത്തിന് അവർ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. എന്നാൽ മോശ രൂബൻ ഗോത്രത്തിന് കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ അരോവരും താഴ്വരയുടെ നടുവിലെ പട്ടണം മുതൽ മെദഭായിയോട് ചേർന്ന സമഭൂമി മുഴുവനും യശ്ബോനും സമഭൂമിയിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും ദീബോയോനും ബാമോത്ത് ബാലും ബെത് ബാൽ മേയോനും യഗസ്കയും കെദോമോത്തും മെഫാത്തും കിര്യത്തയിമും സിബ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഗരും ബേത്ത് പെയോരും പിസ്കാ ചെരുവുകളും ബേത്ത് യഷീമോത്തും സമഭൂമിയിൽ എല്ലാ പട്ടണങ്ങളും യശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായ ദേശത്ത് പാർത്തിരുന്ന ഏവി, രേക്കോം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബെലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിര് യോർദാൻ ആയിരുന്നു. ഈ പട്ടണങ്ങൾ അവരുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബമായി ഗാദിർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗലിയാദിലെ എല്ലാ പട്ടണങ്ങളും രബിയരുടെ നേരെയുള്ള അരോവേർ വരെ അമോന്യരുടെ പാതിദേശവും യശ്ബോൻ മുതൽ രാമാത്ത് മിസ്പായും ബെദുനൂമി വരെയും മഹനീയം മുതൽ ദിബീരിന്റെ അതിവരെയും താഴ്വരയിൽ യശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത്ത് ഹാരാം, ബേത്ത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവരെയും തന്നെ. യോർദാനക്കര കിഴക്ക് കിന്നരത്ത് തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിലായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബമായി ഗാദിർക്ക് കിട്ടിയ അവകാശം. ഓരോ ഗോത്രത്തിനും കിട്ടിയതായ അവകാശങ്ങളുടെ സ്ഥലങ്ങളെ ഒന്ന് വിവരിക്കുകയാണ്. പിന്നെ മോശ മനശ്ശയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബമായി മനശ്ശയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീം മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും ബാഷാനിൽ യായീരിന്റെ ഊരുകളെല്ലാം കൂടി 60 പട്ടണങ്ങളും പാതി ഗിലെയാദും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രയി എന്നിവയും തന്നെ. അപ്പം മനശ്ശയുടെ മകനായ മാഹീരിന്റെ മക്കളിൽ പാതി പേർക്കും തന്നെ കുടുംബമായി കിട്ടി. ഇത് മോശ 20 മണി കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു.
ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരുടെ കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം ആകുന്നു. ഇവിടെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ വീതം വെച്ച് കൊടുക്കുമ്പോഴും ലേവി ഗോത്രങ്ങൾ പറഞ്ഞതറിയാമോ, ദൈവമാണ് അവരുടെ അവകാശം. മറ്റുള്ളവർക്കൊക്കെ പട്ടണങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, താഴ്വര കിട്ടിയിട്ടുണ്ടായിരിക്കാം, നദികൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരെക്കാളെല്ലാം ശ്രേഷ്ഠമേറിയ അവകാശം കിട്ടിയത് ആർക്കാ? സത്യത്തിലെ ലേവി ഗോത്രത്തിലാണ്. ദൈവത്തെ സേവിക്കുന്നവന് ദൈവം തന്നെയാണ് അവകാശം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സേവിക്കുമ്പോൾ മറ്റു പലർക്ക് കിട്ടിയതുപോലെയുള്ളതായ വലിയ വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് കിട്ടില്ലെന്ന് തോന്നിയാൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരു അവകാശമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. അത് നമ്മുടെ ദൈവം തന്നെയാണ്. അവനോട് പറഞ്ഞു, അബ്രാഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. ഇവിടെ ലോകത്തിലെ മറ്റ് മൂല്യമുള്ള ഏത് വസ്തുവിനേക്കാളും ശ്രേഷ്ഠമേറിയതാണ് നമ്മുടെ ദൈവം എന്നുള്ളതുകൊണ്ട് ദൈവത്തെ ലഭിച്ച പ്രിയപ്പെട്ടവർ അവനിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക, ആ ലഭിച്ച പ്രതിഫലത്തിൽ സന്തോഷിക്കാനിടയായി തീരട്ടെ. 14-ാം അധ്യായം, 14-15 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് യഹൂദയുടെ ഓഹരിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശം ലഭിച്ച ദേശങ്ങളിലാവിത്. പുരോഹിതനായ എലിയാസരും നൂൻ്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരും തലവന്മാരും അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2.5 ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കര അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തില്ല. യോസേഫിൻ്റെ മക്കൾ മനശ്ശെ, എഫ്രൈം എന്നീ 2 ഗോത്രം ആയിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിൽ ലോകരീതിയും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ ഇസ്രായേൽ മക്കളെ അനുസരിച്ചു ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസിനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് പറഞ്ഞതിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് പറഞ്ഞതിൽ നിന്ന് ദേശത്ത് വിട്ടുനോക്കാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്നതിൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിലെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനൊരു ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഇവിടെ കാലേബിൻ്റെ ഒരു സാക്ഷ്യം, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരുന്നു. ദൈവവും ആ സാക്ഷ്യം പറയുന്നുണ്ട്. ഇദ്ദേഹവും അങ്ങനെ പറയുകയാണ്. നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാനുള്ളതായ ഉത്സാഹം നമുക്കുണ്ടാകണം എന്ന കാര്യം മറന്നു പോകരുത്. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്ക് അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയുടെ ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ ഞാൻ താൻ അരുളി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം എന്നതെപ്പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. അകലെ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്ക് അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവനോട് കൂടെ ഉണ്ടെങ്കിൽ തന്നെ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോമല്ല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്ന് വരെ കെനീസിനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന പേരുണ്ടായിരുന്നു. അർബ എന്നവൻ അനാക്കരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥ വന്നു. ഇവിടെ കാലേബ് പറയുന്നു, ഞാൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. മാത്രമല്ല എൻ്റെ വാർദ്ധക്യത്തിലും ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യമുണ്ടായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നിന്നതുകൊണ്ട് ദൈവം അവനോട് സഹായിപ്പാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ കാര്യം മുന്നോട്ട് ക്രമീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വാർദ്ധക്യം എന്നുള്ളത് മനുഷ്യനെ മറ്റുള്ളവർ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമാണ്. അവനവൻ സ്വയം ഒതുങ്ങിക്കൂടുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സന്ദർഭങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും ദൈവം നമ്മെ ഉപയോഗിക്കാൻ കഴിയും, ദൈവം നമ്മെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് തന്നെ സ്വയമായിട്ട് തടവറ സൃഷ്ടിച്ച് അതിൽ ഒതുങ്ങിക്കൂടാതെ നാം ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 15 യഹൂദാ മക്കളുടെ ഗോത്രത്തിൽ കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിൻ്റെ തെക്കേ അറ്റത്ത് എദോമിൻ്റെ എതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവിടെ തെക്കേ അതിർ ഉപ്പുകടലിൻ്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കർദേശ് ബർന്നയുടെ തെക്ക് കൂടി കയറി ഹെസ്രോൻ കടന്ന് ആധാറിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ്
അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തെങ്കിൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിരായിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹൊഗ്ലയിലേക്ക് കയറി ബേത്ത് അരാഫയുടെ വടക്കൂടി കടന്ന് രൂപന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അതുമീൻ കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷെമേഷ് വെള്ളത്തെങ്കിലേക്ക് കടന്ന് ഏൻ ഡോഗിലെങ്കിൽ അവസാനിക്കുന്നു. പിന്നെ അവർ ആ അതിർ ബെൻ ഹിന്നോ താഴ്വരയിൽ കൂടി കയറി യെരുശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോൻ താഴ്വരയുടെ മുന്നിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരൂറിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണം വരെ ചെന്ന് കിര്യത്ത് യയാരീം എന്ന ബാലിലേക്ക് തിരിയുന്നു. പിന്നെ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത്ത് ഷെമേഷിലേക്ക് ഇറങ്ങി തിപ്നയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാല മലയിലേക്ക് കടന്ന് യപ്നയിൽ ചെന്ന് സമുദ്രത്തിനെങ്കിൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന് ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവോട് കൽപ്പിച്ചതുപോലെ അവർ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ 3 അനാക്കിനെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്ന്, ദബീറിന്റെ പേർ മുമ്പേ കിരിയത്ത് സേഫർ എന്നായിരുന്നു. കിരിയത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയെ കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറ് തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരണമെന്ന്, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ല കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെയും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദാഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. യോദാമിന്റെ അതിർക്കരികെ തെക്കേറ്റത്ത് യഹൂദാഗോത്രത്തിലുള്ള പട്ടണങ്ങൾ കെബ്സേൽ, ഏദർ, യാഗൂർ, കിനാദിമോനോ, അദാദോ, കേദേശ്, ഹാസോർ, യിത്നാൻ, സീഫ്, തേലേം, ബയാലോത്ത്, ഹാസോർ, ഹദദ, കെരിയോത്ത്, ഹാസോൻ എന്നീ കെരിയോത്ത്, ഹെസ്രോൻ, അമാം, ഷേമ, മെലാദ, ഹാസർ ഗദ, യഷ്മോൻ, ബേത് ഫലേത്ത്, ഹസർ, ഷുവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഈം, എസേം, ഏൽ തോലത്ത്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലെബായോത്ത്, ഷിൽഹീം, ആയിൻ, റിമ്മോൻ ഇങ്ങനെ ആകെ 29 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വരയിൽ എസ്തായൽ, സേര, അസ്ന, സ്നോഹ, എൻഗന്നീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അദുല്ലാം, സോക്കോ, അസേക്ക, ശരയീം, അതിഥിയും, ഗദറോദീം ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽ ഗാദ്, ദിലാൽ, മിസ്പ, യൊക്തലേൽ, ലാക്കീഷ്, ബോസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലഹമസ്, കിത്ലിഷ്, ഗദേരോത്ത്, ബേത് ദാഗ്രോൻ, നാമ, മഖേദ എന്നിങ്ങനെ 16 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും. ലിബന, ഏദർ, ആശാൻ, ഇബ്താഹ്, അസ്ന, നസീബ്, കെയില, അക്ലീബ്, മാരേഷ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിൻ്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിൻ്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും. ഗസയും മിസ്രൈം തോട് വരെയുള്ള അതിൻ്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും മഹാസമുദ്രം അതിൽ നെടുകെ അതിലായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യദ്ദീർ, സോക്കോ, ദന്ന, ദേബീർ എന്ന കിരിയത്ത് സന്ന, അനാബ്, എസ്തേമോ, ആനീം, ഗോഷൻ, ഹെലോൻ, ഗീലോ ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, യേശാൻ, യാനീം, ബേത് തബൂഹ, അഫേക്ക, ഹുംത, ഹെബ്രോൻ എന്ന കിരിയത്ത് അർബ, സിയോർ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂത, ഇസ്രായേൽ, നൊഗ്ദയാം, സനോഹ, കയ്യൻ, ഹിബയ, തിപ്ന ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹുൽ, ബേത് സൂർ, ഗദോർ, മാരാത്ത്, ബേത് അനോത്ത്, എൽത്തേക്കോൻ ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിരിയത്ത് യയാരീം എന്ന കിരിയത്ത് ബാൽ രബ ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് അരബ, മദീൻ,
സെക്കക, നിബ്സാൻ, ഈർ ഹമലേഖ്, ഏൻഗതി, ഇങ്ങനെ 6 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും. യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്ന് വരെ യഹൂദ മക്കളോട് കൂടെ യെരൂശലേമിൽ പാർത്തു വരുന്നു. ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ ജനത്തിന് ഈ ദേശങ്ങളെല്ലാം കൊടുക്കുവാനിടയായിത്തീർന്നു. ഇതില്ലാതെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഒരു വാക്ക് വെറുതെ പറയുകയല്ല, അത് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവർ കൊടുത്തു എന്നുള്ള തെളിവുകളാണ് ഈ പറയപ്പെട്ട ദേശങ്ങളും അതിരുകളുമെല്ലാം. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ദൈവം അവരെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും അവരോട് വാഗ്ദത്തം ചെയ്തത് ദൈവം അവർക്ക് നൽകുകയും ചെയ്തു. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസനായതുകൊണ്ട് എന്നോടും നിങ്ങളോടും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കാം, ഒരു കാര്യം ഉറപ്പ്, വാഗ്ദത്തം ഞാൻ വിശ്വസനാണ്. അവൻ ആ വാഗ്ദത്തപ്രകാരം നമ്മൾ ചെയ്യും, ആ വാഗ്ദത്തം നമ്മൾ ജീവിതത്തിൽ നിറവേറും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വാഗ്ദത്തങ്ങളോ ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെയും അതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയാതെ നിരാശയപ്പെട്ടിരിക്കുകയാണെങ്കിലും ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തോടെ മുഖത്ത് നോക്കുക. അവൻ അരുളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനെ സ്തോത്രം ചെയ്യുന്നു. നീ ഇതിൻ്റെ ജനത്തോട് വാഗ്ദത്തം ചെയ്തതുപോലെ നീ അവർക്ക് ദേശം കൈവശമാക്കുവാനായിട്ട് നീ ഒരു കരുണ കാണിച്ചല്ലോ. അവരുടെ ജീവിതത്തിലും പല വാഗ്ദത്തങ്ങളുണ്ട്, ശ്രേഷ്ഠ ദർശനങ്ങളുണ്ട്, ആലോചനകളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമോ എന്ന് പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴല്ല എൻ്റെ മുഖത്തെ നോക്കി വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ സഹായകരമാകുന്ന ഓർത്ത് ഇത് സ്തുതിക്കുന്നു. കർത്താവേ, നേരിൽ ചെയ്ത് സംഭവിക്കുന്ന വിശ്വാസത്തോടെ പിന്നെ ഇതിനെ സ്നേഹിപ്പാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെല്ലാം പ്രായപ്പങ്കെടുത്തോടെ വരുത്തുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരിച്ച് കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്തങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ വരവ് താമസം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതിന് കർത്താവിനെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രവർത്തനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.